ഒരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാമെന്ന് വിചാരിച്ചതാ. പക്ഷേ തുടക്കം കിട്ടാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച്. അപ്പോൾ ഒരു ഡേ ഇല്ലെങ്കിലും കുറച്ച് നേരത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നത്. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കാണ്. ചിക്കൻ പൊരിച്ചതും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കാമെന്നുള്ള നമുക്ക് ചിക്കനൊക്കെ മസാല തേച്ച് വെക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടെ പുറത്ത് ചോറും വെച്ചിരുന്നു കേട്ടോ, പുറത്തടുപ്പിൽ. അപ്പോൾ ചിക്കൻ്റെ മസാല ഒക്കെ തേച്ച് വന്നപ്പോഴത്തേക്കും ചോറും റെഡിയായി. അങ്ങനെ ചോറ് വെള്ളമൊക്കെ വാർത്ത് ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച്. അപ്പം പിന്നെ അമ്മയും മോനും കൂടി ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാനുള്ള ചക്ക റെഡിയാക്കി കൊണ്ടിരിക്കുക. ആ ഗ്യാപ്പിൽ ഞാൻ പോയി അകമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അകം അടിച്ചു തരുന്ന ഇടയിൽ ഓന് വിളിച്ചാൻ തുടങ്ങി. അപ്പം പിന്നെ ഓനൊന്ന് പോയി ഉറക്കാന്നൊക്കെ വിചാരിച്ചെടുത്ത് കൊണ്ടുവന്നു. ഓനെ ഉറക്കാൻ പോയാണ്ട് കുറച്ച് ടൈം അങ്ങനെ പോയിട്ടോ. എത്ര ഉറക്കിയാലും ഉറങ്ങൂല. അങ്ങനെ ഉറങ്ങിയാൽ തന്നെ 5 മിനിറ്റ് ഉറങ്ങുള്ളൂ. അങ്ങനെ ഓന് ഉറങ്ങി. ഞാൻ വേഗം വന്നു ബാക്കി തുടക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും ചക്കക്കൂട്ടാൻ റെഡി. ഓൻ്റെ ഉണരലും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചക്കക്കൂട്ടാനൊക്കെ തിന്ന്. ഓന് മാങ്ങ തിന്നണേ. അവിടെ പാത്രമൊക്കെ കഴുകാണ്ട് തന്നെ. അപ്പോൾ ഓനെയും കൊണ്ട് ഉമ്മാനോട് ഞാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. പാത്രമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഉച്ചക്കൊക്കെയുള്ള ചിരങ്ങ താളിപ്പും ചിക്കൻ പൊരിച്ചതാണ്. അപ്പോൾ ചിക്കന് ഞാൻ പുറത്തടുപ്പിൽ വെച്ച് ചിരങ്ങ താളിപ്പ് ഗ്യാസിൽ വെച്ച് അടുക്കള ക്ലീൻ ചെയ്യാൻ നിന്ന്. അടുക്കള ക്ലീൻ ആയപ്പോൾ പിന്നെ പകുതി ആശ്വാസം. അടുക്കള ഇങ്ങനെ വൃത്തിയായി കാണുമ്പോൾ ഒരു സമാധാനമായി നമുക്ക്. അടുക്കളയത്തെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തിരുമ്പിക്കുളി നടത്താമെന്ന്. അപ്പം ഞാൻ തിരുമ്പാനിറങ്ങി. അപ്പം ചിക്കൻ ഇവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ തിരുമ്പിക്കുളിയൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിച്ച് വന്ന് ഫുഡ് കഴിച്ച്. ഞങ്ങൾ ടേബിളിലൊന്നും ഇട്ടിരിക്കില്ല, ഞങ്ങൾ പലമ്മലിരുന്നാണ്ടാണ് കഴിക്കുക. പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചപ്പം ഒരു മയക്കുള്ള ചാൻസ് ഉണ്ട്. 3 ദിവസം എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ മാങ്ങ ജ്യൂസ് അടിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ മാങ്ങ ജ്യൂസൊക്കെ അടിക്കാനുള്ള ഇതിൽ നിന്ന് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് 2000 സബ്സ്ക്രൈബായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അങ്ങനെ ഞാൻ മാങ്ങ ചെത്തണ കൂടി തിന്നണമുണ്ട്. ചെത്തി തിന്നണായിട്ട് രസൂമ്പി തിന്നണമല്ലോ. പിന്നെ ഞാൻ തോലിയൊന്നും ചെത്തിയില്ല. കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങല്ലോ, നമ്മളെ വീട്ടിലത്തെ മാങ്ങല്ലേ, അത് കേടൊന്നും ഉണ്ടാവും. ഞാൻ ജ്യൂസ് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ജ്യൂസ് അടിയൊക്കെ തുടങ്ങി. പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ മാങ്ങ അല്ലാത്തതുകൊണ്ടും ജ്യൂസ് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ജ്യൂസ് ഞാൻ ആദ്യം ഒരു ചെറിയ പാത്രത്തേക്ക് അരിച്ചെടുത്തു. അപ്പം അതിൽ തികഞ്ഞില്ല. പിന്നെ ഞാൻ ഒരു ചെറിയ കുഞ്ഞി കുടുക്കയൊക്കെ എടുത്തുകൊണ്ട് അരിച്ചെടുത്തു. അങ്ങനെ ജ്യൂസ് അടി കഴിഞ്ഞ് എല്ലാവർക്കും ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇതൊരു ഷോക്ക് വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാലുള്ള ടാസ്ക്കാണ് ഇത്, ലാസ്റ്റ് ടാസ്ക്. അങ്ങനെ ഇതും ക്ലീൻ ചെയ്ത് പുറത്തൊക്കെ ഇറങ്ങി നോക്കി. പുറത്തിറങ്ങിയ പിറ്റേ ദിവസം ജ്യൂസ് അടിക്കാനുള്ള പപ്പായ കർമൂസ പൂത്ത് നിൽക്കുന്നുണ്ട്. മുഴുവനായില്ല, റെഡി പൂത്തിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ച് നിന്ന്. പിന്നെ റംബൂട്ടാൻ മരത്തുമ്പോൾ വർഷങ്ങളായിട്ട് പൂവെന്നുള്ളൂ, കായൊന്നുമില്ല. അങ്ങനെ പിന്നെ നല്ലൊരു മഴക്കുള്ള ചാൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടണം കേട്ടോ.